ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും വാർത്തകളിലേക്ക് വരികയാണ്. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണനെ ഇഡി ചോദ്യം ചെയ്യും. അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത്. 3 ദിവസം മുൻപാണ് സമൻസ് അയച്ചത്. സമൻസ് കിട്ടിയെന്ന് കെ രാധാകൃഷ്ണൻ സ്ഥിരീകരിച്ചു. സമൻസ് അയച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനിപ്പോ പാർലമെന്റിലായിരുന്നല്ലോ. ഇന്നിപ്പോ വന്നിട്ടുണ്ടെന്ന് എന്റെ PA പറഞ്ഞു. ഇന്ന് പ്രതികരിക്കണ്ടേ? ഞാനത് നോക്കിയിട്ട് എന്താ സമൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. കെ രാധാകൃഷ്ണൻ MP കൂടി ഇഡിയുടെ പട്ടികയിലേക്ക് വരികയാണ്. സമൻസ് ലഭിച്ചുവെന്ന് അദ്ദേഹവും സ്ഥിരീകരിക്കുകയാണ്. കരുവന്നൂരിൽ ഇനി എന്ത് ലേബി? സുജയ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ മന്ത്രിയും MPയുമായ കെ രാധാകൃഷ്ണനെ ഇഡി ചോദ്യം ചെയ്യും. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാകും ചോദ്യം ചെയ്യുക. ഇത് സംബന്ധിച്ചുള്ള സമൻസ് 3 ദിവസം മുൻപ് കെ രാധാകൃഷ്ണൻ അയച്ചിരുന്നു. ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ കെ രാധാകൃഷ്ണൻ ഹാജരായില്ല. ഇത് സംബന്ധിച്ചുള്ള കെ രാധാകൃഷ്ണന്റെ വിശദീകരണം സമൻസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്, എന്നാൽ താൻ കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഹാജരാകാതിരുന്നത്. വീണ്ടും സമൻസ് അയച്ച് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള അറിവാണ് നമ്മൾക്ക് ഇഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇഡി ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിൽ 53 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 53 പ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു ഇഡി. ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടിയത് കരുവന്നൂർ ബാങ്കിന് കൈമാറാനായിരുന്നു ഇഡിയുടെ തീരുമാനം. ഈ ബാങ്ക് ഈ സ്വത്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് കൊടുക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായില്ല എന്നുള്ള ആരോപണം ഇഡി ഉയർത്തുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു CPM നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ മുൻ മന്ത്രി AC മൊയ്തീൻ, അതുപോലെ തന്നെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെട്ട CPM നേതാക്കളെയൊക്കെ ഈ കേസിലേക്ക് ഇഡി ചേർത്തിരുന്നു.